അപ്പോൾ ഈ കൂവക്കിഴങ്ങിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി നമ്മളത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. നമുക്കിത് വൃത്തിയായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മളത് ചതച്ച് വെച്ചു. ഇനി അത് നല്ല വൃത്തിയായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം നമുക്ക് എടുക്കണം. അതിൻ്റെ ഒന്നാം പാൽ അതിൻ്റെ കൊന്ത് താണ്ടേ. ഇനി അത് വീണ്ടും ഒരു വെള്ളം കൂടെ ഒഴിച്ച് നമുക്കത് പിഴിഞ്ഞെടുക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലെ അത് നമുക്ക് ഈ അരിപ്പയിലോട്ട് ഒഴിച്ച് തെളിച്ചെടുക്കണം. എടുത്ത പാല് നമുക്ക് ഈ അരിപ്പയ്ക്കകത്തോട്ട് ഒഴിക്കാം. അരിപ്പയിലും കുറേ അതിൻ്റെ കൊന്ത് വന്നു, അതും നമുക്കൊന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. രണ്ടാമത് ഒന്നും കൂടെ നമുക്ക് ആ കൊന്തൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിനകത്തുള്ള ജ്യൂസെല്ലാം ഇഞ്ഞ് എടുക്കണം. രണ്ടാം പാലായിട്ട് ഇഞ്ഞ് എടുക്കാം. ആ എടുത്ത രണ്ടാം പാലും ആ അരിപ്പയിലോട്ട് ഒഴിക്കാം. നമ്മളാ പിഴിഞ്ഞെടുത്ത കൂവയുടെ കൊന്തായത് ഇതിന് നമുക്ക് വേണ്ട. നമ്മളെടുത്ത പാല് താണ്ട ഇവിടുന്ന് ഈ വെള്ളം നല്ല വൃത്തിയായിട്ട് തെളിയണം. അടച്ചു വെക്കാം. ഇത് കലക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കണ്ടോ വെള്ളം കണ്ടോ. ഇനി ആ വെള്ളം തെളിവെള്ളം അങ്ങ് ഊറ്റിക്കളയണം. നമ്മുടെ കൂവയുടെ പൊടിയെല്ലാം അടിയിൽ കട്ടിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമുക്കിതിങ്ങനെ ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലിട്ട് ഉണക്കാൻ കൊണ്ടുവെക്കണം. ഇനി ഇളക്കിയെടുക്കണം. അതെ ഉണ്ടോ പാറ പോലെ ഇരിക്കുക. അതെടുത്ത് പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മൾ പൊടി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് നൈസ് പൊടി കിട്ടും. ഇത് നോക്കി വെയിലുണ്ട്, ഉണങ്ങട്ടെ. 1 ദിവസം കൊണ്ട് ഉണക്കിയെടുത്ത കൂവപ്പൊടി. ഒറ്റ വെയിലേ കൊണ്ടുള്ളൂ. നല്ല വെയിലായിരുന്നു. ഇന്നത്തെ 1 ദിവസത്തെ വെയിലിൽ ഉണക്കിയെടുത്ത കൂവപ്പൊടി. ഇത് കണ്ടോ അതിൻ്റെ വിള്ളൽ വന്നിരിക്കുന്നുണ്ടോ. നല്ലപോലെ ചൂടുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആ കൂവപ്പൊടി ഉണക്കിയെടുത്തു. ഇതിനി ഇളക്കിയെടുക്കാം. അതേ കണ്ടോ ഉണങ്ങി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ ഇരിക്കും. ആ ഉണക്കിയ കൂവപ്പൊടി നമ്മൾ മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നല്ല ഭസ്മം പോലുള്ള കൂവപ്പൊടി റെഡി. ഇനി വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ ഒന്ന് ഉണക്കിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അടച്ച് കുപ്പിയിൽ വെക്കുക. ആവശ്യമുള്ളപ്പോൾ എടുക്കുക. ഉണക്കി പൊടിച്ചെടുത്ത കൂവപ്പൊടി റെഡി.